ഹായ്, നമ്മൾ കുറേ പഴയ കാലത്തിലോട്ട് പോവുക. എന്താണെന്നല്ലേ, ദേ കശുവണ്ടി, കശുമാവിൽ നിന്ന് താഴെ വീണ് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ അയ്യത്തുള്ള കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുപ്പിലിട്ട് ചുട്ടെടുക്കാവുന്ന. പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുമായിരുന്നു. അത് പക്ഷേ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ എല്ലാം ചെയ്യുന്നത് പച്ച പറങ്കേണ്ടി കീറി അവിയൽ വെക്കുകയും തീയൽ വെക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ അന്ന് ഒരുപാട് കറ പറ്റിയൊക്കെ ചെയ്യുമായിരുന്നേ. ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇത് പറങ്കേണ്ടി നമുക്ക് ചുടാമെന്ന് വിചാരിച്ച്. അതിനായിട്ട് ദേ തീയുടെ കനലുണ്ടാകാൻ വേണ്ടിയിട്ട് ചിരട്ടയൊക്കെ ഇട്ട് തീക്കനലിന് വേണ്ടി വെച്ചിരിക്കുക. അപ്പോൾ അതായി കഴിഞ്ഞിട്ട് തീക്കനലിനകത്തോട്ട് ഇത് നമുക്കിട്ട് ചുട്ടെടുക്കാം. ചുട്ട് തല്ലി അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ സാധാരണ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ ചുട്ട് തല്ലിയെടുക്കുന്ന അണ്ടിപ്പരിപ്പ് കഴിക്കാനാണ്. അപ്പം നമുക്ക് ഇതിന് കനലാവുന്നുണ്ട്. കനലാവുമ്പോൾ അതിനകത്തോട്ട് ഇത് നമുക്കിടാം. ഇടാൻ പോവാം കനലിനകത്തോട്ട്. ഇനിയിപ്പോൾ ഷീന്ന് ഓരോ വഴിയിൽ നിന്നൊരു സൗണ്ട് കേൾക്കും. ചീറ്റി ഇനി കനലിനകത്തോട്ട് നോക്കുക. ചീറ്റാൻ തുടങ്ങി. ഇതിനൊരു പ്രത്യേക മണമാണ്. പൊട്ടിത്തെറിക്കുന്നേ. നല്ല മണം. പരിസരം മൊത്തം നല്ല മണമായിട്ടുണ്ട്. പുകയും കൂടെ കാണും. നല്ല പുകയാണ്. ഇത് കുറേയൊക്കെ ഏതാണ്ട് ചുടിയിലായിട്ടുണ്ട്. ആദ്യമേ ഇട്ടതൊക്കെ ചുട്ടിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ നമ്മൾ ഒരു പരുവമുണ്ട് ഇതിന്. ആ പരുവത്തിന് നമ്മൾ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ കരിക്കട്ടയായി പോവും. കാണാൻ വയ്യ. എന്താ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇല്ല, ഇതിൻ്റെ ഒരു വശം ആവാനുണ്ട്. ഇനി ഇത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പണ്ട് ഞങ്ങൾ ചിരട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ചിരട്ടയുടെ മൂട് വെച്ചിട്ട് തട്ടി കൊടുക്കും. അങ്ങനെ അത് തൊലിയോടെ നമുക്ക് കിട്ടും. തോട് മാറ്റി തൊലിയിൽ നിന്ന് കിട്ടും. ഇനി കുറച്ചേ ഉള്ളൂ. കശുവണ്ടി നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഇത് വെച്ച് നമുക്ക് പ്രയോഗിച്ച് നോക്കാം. നന്നായിട്ട് കിട്ടുമായിരിക്കും. ഏതായാലും നോക്കാം. പണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടാ ഇതുണ്ട. സൂപ്പറായിട്ട് കിട്ടി. ഇങ്ങനെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ശേഷം ഞങ്ങൾ കശുവണ്ടി ചുട്ട് തല്ലിയെടുത്ത് ഇത്രയും കിട്ടി. ഒരു ടൈം പാസ്. ഇനി ഇതിൻ്റെ തൊലി ഇളക്കി നമുക്ക് തിന്നാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈം പാസിന് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. പിള്ളേർക്കുമൊക്കെ കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അന്നേരം കാണാം. ബൈ.